ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 3 ലെമണേഡാണ് ചെയ്യുന്നത്. ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കമ്പർ ലെമണേഡ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള ലെമണേഡാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ 1/4 പീസ് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്, അതൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുത്ത ലെമണേഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു 3-4 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ നാരങ്ങയുടെ നീര്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കും നന്നായിട്ട് തണുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ജ്യൂസ് ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി നമ്മുടെ അടുത്ത ലെമണേഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു കുക്കമ്പറിൻ്റെ 1/2 പീസാണ് എടുത്തിട്ടുള്ളത്, ഇതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി, നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി അടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 3 വ്യത്യസ്ത രുചികളിലുള്ള ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ മധുരത്തിന് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര വേണ്ടാത്തവർക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.